കുറേ വിശേഷങ്ങൾ പറയാനുള്ളൊരു കംപ്ലീറ്റ് ഫാമിലി വ്ളോഗാണ്. കുറേ കാഴ്ചകളും കുറേ സ്ഥലങ്ങളും കുറേ നല്ല ഓർമ്മകളും ഈ ഒരു വ്ളോഗിലുണ്ട്. അപ്പോൾ ഇത് ഞാനും അനിയത്തിയുടെ മക്കളുമാരും അനിയത്തിയും അമ്മയും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ നാഗർകോവിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ, എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പോൾ കുഞ്ഞനിയത്തിയുടെ മോള് വലിയ കുട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഞങ്ങൾക്ക് 2 ഫംഗ്ഷനാണുള്ളത്. അപ്പം അതിൽ ചെറിയ ഫംഗ്ഷൻ, ആദ്യത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ആദ്യം നമ്മൾ ട്രെയിൻ കയറിയപ്പം വലിയ തിരക്കില്ലായിരുന്നു. കുറച്ച് പേര് കൊല്ലത്ത് ഇറങ്ങി, പിന്നെ കുറച്ച് പേര് ഇനി ട്രിവാൻഡ്രത്ത് ആണ് ഇറങ്ങുന്നത്. അവിടെ കൂടെ കഴിയുമ്പോഴത്തേക്കും കുറേ ആളും ബഹളവും ഒക്കെ അങ്ങ് ഒഴിഞ്ഞു കിട്ടുമേ. അപ്പോൾ ദേ ഇവിടെ ഒരാൾ സർക്കസ് കയറിയപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മൂത്താൾ വലിയ കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവനങ്ങ് കയറിയപ്പോൾ തൊട്ട് എങ്ങനെയെങ്കിലും ഇതിൻ്റെ മണ്ടേ കയറണം എന്നൊരേ നിർബന്ധവും ബഹളമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കയറി. അപ്പം നമ്മളും വിചാരിച്ചു ആൾക്കാരൊന്നും ഇല്ല, പിള്ളേരൊന്ന് എൻജോയ് ചെയ്തിരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് നെയ്യാറ്റിൻകര പാസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇനി നമുക്ക് കുറേ കാഴ്ചകൾ കണ്ടാലോ. ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നാഗർകോവിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ ആ ഒരു ടൗണിലൂടെ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മോക്ക് സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും അനിയത്തിയും കൂടെ ഒരു സ്വീറ്റ് സ്റ്റാളിൽ കയറി. അമ്മയും മക്കളുമാരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്വീറ്റൊക്കെ മേടിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനെ യാത്ര തുടങ്ങി. പിന്നെ നമുക്ക് ഓട്ടോയിൽ കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോകാനുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. നാഗർകോവിൽ നിന്നൊക്കെ, തമിഴ്നാട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫുള്ള് പാടവും മലയും ഇതുപോലത്തെ ചെറിയ ചെറിയ കുളങ്ങളും എല്ലാം ആണ് കേട്ടോ. താമരക്കുളവും എല്ലാം ഉണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ കാണാനായി. അങ്ങനെ നമ്മൾ ഇവിടെ എത്താറായി. ഇനിയിപ്പോൾ നമുക്ക് വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവർ താമസിക്കുന്ന ഈ ഒരു ഏരിയ നല്ല ഭംഗിയാണേ. ഷോർട്സ് ഞാൻ ഇന്ന് 3 മണിക്ക് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. 4 പേരാണ് കേട്ടോ സഹോദരങ്ങൾ. ഇവർ 4 പേരും അടുത്തടുത്ത് തന്നെ താമസിക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്കൊരു സ്ഥലത്ത് വന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും കയറാനും പറ്റും. പിന്നെയെന്ന് വെച്ചാൽ ഇവരെൻ്റെ സ്വന്തം കസിൻസാണ് കേട്ടോ. അപ്പാടെ സ്വന്തം ചേച്ചിയുടെ മക്കളുമാരാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഭയങ്കര കാറ്റാണ് കേട്ടോ. അടിപൊളി ഒരു വൈബായിട്ടുള്ള നല്ല രസമാണ്. അങ്ങനെ നമ്മളകത്ത് കയറിയപ്പം ഈശയുടെ ഭയങ്കര, ആദിയോഗിയുടെയും ഈശയുടെ ഒക്കെ ഭയങ്കര വിശ്വാസമാണ്. മക്കളുമാർക്ക് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ ഇതൊക്കെ. 2 പേരും നല്ല അസലായിട്ട് ഡാൻസ് കളിക്കും. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പം ഞാനിത് എടുത്തുകൊണ്ട് വന്നപ്പം കസിൻ എന്നോട് വന്ന് പറഞ്ഞിട്ട് വന്ന് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ട്രെയിനിൽ വന്നുകൊണ്ട് തന്നെ യാത്രയുടെ ഒന്നും വലിയ ക്ഷീണം നമുക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് കയറിയപ്പം ഇവിടെ അനിയത്തിയാണെങ്കിൽ വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് വിളക്കൊക്കെ തേച്ചുകൊണ്ടിരിക്കണം. എന്നോട് പറയും ഞാൻ ആകപ്പാട് അലങ്കോലമായിട്ട് നിൽക്കുക, വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞേ. ഞാൻ ചെറുതായിട്ടൊക്കെ എടുത്തോളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് മുറ്റത്തൊക്കെ ഇറങ്ങി, അതുപോലെ സൈഡിലൊക്കെ ഇറങ്ങി നോക്കി കേട്ടോ. നല്ല അടിപൊളി കാറ്റ്, നല്ലൊരു വൈബാണ് കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല അസലായിട്ട്, ഈ തെങ്ങിൻ്റെ ഓലയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നല്ല അസലായിട്ട് കാറ്റടിക്കുക. തൊട്ടപ്പുറത്ത് ഞങ്ങൾ പിന്നെ കസിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ ഇഷ്ടം പോലെ ചെടികളുണ്ട് കേട്ടോ. വെറ്റയുണ്ട്, പിന്നെ അതുപോലെ പല സൈസിലുള്ള മരങ്ങൾ, ചിക്കുണ്ട്, സപ്പോട്ടയുണ്ട്, മാതളമുണ്ട്. കുറച്ച് സ്ഥലമാണെങ്കിൽ ഉള്ള സ്ഥലത്ത് അവരെല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ പല സൈസ് ചെമ്പരത്തിയുണ്ട്, പേരൊക്കെയുണ്ട്. പിന്നെ ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ശീമനെല്ലിക്കയാണ് കേട്ടോ. അരിനെല്ലിക്ക എന്നാണെന്ന് തോന്നുന്നല്ലേ ഇതിനെ പറയുന്നത്. അത് ഇഷ്ടം പോലെ പിടിച്ചെടുക്കുക. തിരിച്ച് വരാൻ നേരം കുറേ എടുത്തോണ്ട് വരണമെന്ന് വിചാരിച്ചു, പക്ഷേ മറന്നുപോയി കേട്ടോ. എന്തായാലും ഇനിയിപ്പം അടുത്തൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഈ പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് 2 ഫംഗ്ഷൻ നടത്തും. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഫംഗ്ഷനും കൂടെ, അത് കുറച്ച് ഗ്രാൻഡായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ അവനും ഈ ഒരു ഈശയുടെയും ആദിയോഗിയുടെ ഒക്കെ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയും നിന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവർ ജ്യൂസൊക്കെ കലക്കി തന്ന അതൊക്കെ കുടിച്ചു. ഇവിടുത്തെ പൂജാമുറിയാണ് കേട്ടോ ഭയങ്കര രസമെന്ന് പറയുന്നത്. ഇതിൽ ഈ പാദം ആണ് ഇവിടെ വെച്ചേക്കുന്നത്. അതിൽ ഭസ്മം നിറച്ചിട്ടേക്കാണ് കേട്ടോ. അതിനകത്ത് നിന്നാണ് അവർ ഭസ്മം എടുത്ത് നെറ്റിയിലൊക്കെ ഇടുന്നത്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പണ്ട് ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കസിൻ ഇതിന് ഉള്ളിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെ പോകാറില്ല എന്ന് പറഞ്ഞേ.
അങ്ങനെ ഞങ്ങൾ ടൊമാറ്റോ റൈസും സാലഡും ഒക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളുടെ പരിപാടി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന്, ഞാനും അനിയത്തിയും കസിൻസും എല്ലാവരും കൂടി ഇരുന്ന് പൂ വെട്ടുവാണ് കേട്ടോ. അപ്പം കുഞ്ഞനിയത്തിക്ക് വന്ന് ഇരിക്കാനുള്ള സമയമൊന്നുമില്ലെങ്കിലും അവൾ ഇടയ്ക്ക് ഓടി വന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ആങ്ങള വന്നിട്ടുണ്ടായിരുന്നു, ആങ്ങളയുടെ മോനെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ. എനിക്ക് തറയിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സോഫയിലിരിക്കുന്നത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കലശലായ മുട്ടുവേദനയുള്ളൊരു കക്ഷിയാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഇത് ഞാൻ കെട്ടിയതാണ് കേട്ടോ. നല്ല അടുക്കി നല്ല മുല്ലമുട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറേ പൂവും കാര്യങ്ങളൊക്കെ വേണം. ഇനി നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ പ്ലേറ്റിൽ വെക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനിടാനുള്ള ഹാരം, പിന്നെ നാത്തൂൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും എടുത്ത്, കാരണം അവിടുത്തെ മുതിർന്നത് ആ ഒരു അണ്ണനാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും കയ്യിലെടുത്ത് തന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ചടങ്ങുകളൊക്കെ തുടങ്ങി. ഇത് നാത്തൂൻ്റെ വീടാണ്, അനിയത്തിയുടെ വീടല്ല കേട്ടോ, തൊട്ട് അപ്പുറത്തെ നാത്തൂൻ്റെ വീടാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഇതെല്ലാം തട്ടത്തിലൊക്കെ വെച്ചതിന് ശേഷം അതും കൊണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് പിന്നെ അനിയത്തിയുടെ വീട്ടിലേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ ആങ്ങളുടെ കാലൊക്കെ കഴുകി പിന്നെ അതുപോലെ ആരതിയൊക്കെ ഒഴിയുകയും ചന്ദനവും കുങ്കുമവും ഒക്കെ പൊട്ടൊക്കെ നമ്മളെ തൊടിച്ചതിന് ശേഷം നമ്മളെ അകത്തേക്ക് ആനയിക്കുവാണ് കേട്ടോ. അപ്പം അനിയത്തിയും ഹസ്ബൻഡുമാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ വന്നു, അവിടെ കുറച്ച് സമയം നിന്നു. അപ്പം ആരതിയൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് അവളകത്തേക്ക് പോയി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ആ ഒരു ബെല്ലൈക്കണം സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തതിന് ശേഷം അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രം ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കുറേ നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഈ ഒരു ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വളകാപ്പ്, അതും ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കല്യാണത്തിന് പിന്നെ താലിക്ക് പൊന്നൊരുക്കുന്നതിനും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചടങ്ങാണ് കേട്ടോ. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇനി ആരുടെയെങ്കിലും കല്യാണം വരുമ്പം ആ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതേ ആങ്ങളെയാണ് കേട്ടോ അത്. അപ്പം എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പം ഇത് അച്ഛൻ്റെ ചേട്ടൻ്റെ മോനാണ്. അപ്പം ഞങ്ങളുടെ ആങ്ങള തന്നെ കേട്ടോ, ആങ്ങളെയാണ്. മൂത്ത ആങ്ങള വന്നിട്ടില്ല. ഇത് 2 നാത്തൂന്മാരാണ്. അപ്പം അവരും എല്ലാം മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അവർക്കും പൊട്ടൊക്കെ തൊടിയിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടാണോ അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എന്തായാലും ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു കേട്ടോ. ഇവിടെ കാറ്റ് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കർപ്പൂരം വെച്ചിട്ടത് കത്തിച്ചപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അണഞ്ഞു പോകും കേട്ടോ. അത്രയ്ക്ക് കാറ്റാണ്. സന്ധ്യയ്ക്കൊക്കെ നമ്മളിവിടെ ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവും. അത്രയ്ക്ക് നല്ല കാറ്റാണ് കേട്ടോ. അപ്പം നല്ല രസമാണ് കേട്ടോ ഈ ഒരു ചടങ്ങെന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇത് മസ്റ്റാണ് ഇങ്ങനത്തെ ചടങ്ങുകൾ. അങ്ങനെ അനിയത്തിയുടെ 2ാമത്തെ കുഞ്ഞാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പം 2 പേരും നല്ല അസലായിട്ട് ഡാൻസ് കളിക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞു. ഇനി കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ചടങ്ങാണ്. അവിടെ നിന്നിട്ട് നമുക്ക് എടുക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം ഞാനത് ചെറുതായിട്ടൊരു ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് മാത്രമേ വീഡിയോ ഞാനത് ആരെക്കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം മോൾ കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ കയ്യിലേക്ക് കൊടുത്തു, ഹാരമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞിന് നമ്മളെല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാലും പഴവും കൊടുക്കണം. അപ്പം ചടങ്ങുകളൊക്കെ ഏകദേശം തീരാറായി വരുവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നിലവിളക്കും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി അനിയത്തിയുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണല്ലോ ഈ ഒരു കുളം എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഇഷ്ടം പോലെ താമരയൊക്കെ ഉണ്ട്. ഒരു വലിയ ജലസംഭരണിയാണ് കേട്ടോ. കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ വെള്ളം ഇവിടെ നിന്നൊക്കെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം അത് മാത്രമല്ല, പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ നെറ്റും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പം ഇവരിവിടെ താമസിക്കാൻ വന്ന സമയത്ത് ഈ ഒരു കുളത്തിലൊക്കെ കിടന്ന് എൻ്റെ 2 മക്കളുമാരും കുളിച്ചങ്ങ് ആർമാദിക്കുമായിരുന്നേ. ഇപ്പം പക്ഷെ അവിടെ നെറ്റിട്ട് നല്ലോണം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കോഫിയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി രാത്രിയിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത്. കേസരി ഉണ്ടായിരുന്നു, വട, ചമ്മന്തി, അതുപോലെ തന്നെ ഇടിയപ്പം, പിന്നെ കുറുമ, വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ടൊരു ഐറ്റം എന്ന് പറയുന്നത് ഇടിയപ്പത്തിനൊപ്പം തേങ്ങാപ്പാലുണ്ടായിരുന്നേ. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ സാലഡൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അടുത്ത ദിവസം രാവിലത്തെ കാഴ്ചയൊക്കെ ഞാൻ ഷോർട്സായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും അപ്പം അമ്മ അവിടെ നിൽപ്പുണ്ട്, അനിയത്തിയുടെ കൂടെ വീട്ടിൽ നിൽക്കുവാണ്. ഞാനും 2ാമത്തെ അനിയത്തിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ പോകുന്നത്. പോയതിന് ശേഷം തമ്പാനൂർ എത്തിയതിന് ശേഷം അപ്പോഴത്തേക്കും അനിയൻ ഓഫീസിൽ നിന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്നെ ബസ് കയറ്റി കൊട്ടാരക്കരയിലേക്ക് വിട്ടതിന് ശേഷം അവരും
നെടുമങ്ങാടേക്ക് ബസ് കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് 12:30 മണിയൊക്കെ ആയപ്പം ഇറങ്ങിയിട്ടും രാത്രി ഞാനിവിടെ എത്തിയപ്പോൾ ഒരു 6:45 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 2 ബസ് കയറിയിട്ടൊക്കെയാണ് വരുന്നത്. എന്നെ ഒറ്റയ്ക്ക് അങ്ങനെ എങ്ങും വിടാറില്ല. അപ്പം ഈ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു, ഹസ്ബൻഡിനായാലും മോനായാലും ഒക്കെ. എന്തായാലും സേഫായിട്ട് എത്തിച്ചേർന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. താങ്ക്സ് ഫോർ വാച്ചിങ്.